ക്രിസ്മസ് ദിവസം രാവിലെ ഡാൻസ് ക്ലാസ്സിലായിരുന്നു നമ്മുടെ സെലിബ്രേഷൻ്റെ തുടക്കം. ഡാൻസ് ക്ലാസ്സിൽ സ്റ്റുഡൻസൊക്കെ വന്നിരുന്നു, കുട്ടികളെല്ലാവരും വന്നു. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിച്ചുപൊളി ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്ലം കേക്കൊക്കെ വാങ്ങിച്ചു. ക്രിസ്മസ് ആയതുകൊണ്ട് പ്ലം ആണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് കുട്ടികളെല്ലാവരും കൂടി നമ്മൾ പ്ലമ്മൊക്കെ കട്ട് ചെയ്തു. അവരെല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഒന്നാമത് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഫങ്ഷൻസൊക്കെ സമയത്ത് പാരൻസൊക്കെ കുട്ടികളെ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുമല്ലോ. ഇവിടെ ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കേക്കൊക്കെ മുറിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ കഴിച്ചു. ഡാൻസ് ക്രിസ്മസിന് ഇടാൻ വേണ്ടി ഒരു ഡാൻസ് അപ്പം തന്നെ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് ഒരു ഡാൻസിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. അതുപോലെ തന്നെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായി ഹാപ്പി ആയിട്ട് ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് അവിടെ നിന്ന് പിരിഞ്ഞു. ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷന് ശേഷം ദേവേട്ടൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു. അവിടെ ചേച്ചിയും രാജുവേട്ടനും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് മെഹുൽ, നമ്മുടെ കുട്ടൻ. ഇവൻ ഭയങ്കര ഗിറ്റാർ പ്ലെയറാണ്. ചേച്ചിയുടെ രണ്ടാമത്തെ മോനാണ്. അന്നേ ദിവസം വൈകുന്നേരമായിരുന്നു മണിയമ്പത്തൂർ സരസ്വതി ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക. അപ്പോൾ ഞങ്ങളെല്ലാവരും തൃക്കാർത്തികയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഈ മണിയമ്പത്തൂർ സരസ്വതി ദേവി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ ഏക സരസ്വതി ദേവി ക്ഷേത്രമാണ് മണിയമ്പത്തൂർ കേട്ടോ. പക്ഷെ അതധികം ആർക്കും അങ്ങനെ അറിയില്ല. അതുപോലെ പാലക്കാടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് തറക്കളി എന്ന് പറയുന്നത്. കാണാൻ നല്ല രസമാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിലാണ് അത് കളിക്കുന്നത്. അതിൻ്റെ ചുവടുകൾക്കൊക്കെ ഒരു പ്രത്യേക താളവും ഒക്കെ ഉണ്ട്. അതവർ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു, അങ്ങനെ പിന്നെ തായമ്പക ഉണ്ടായിരുന്നു. തൃക്കാർത്തിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദീപം തെളിയിക്കലാണ്. അമ്പലത്തിൽ ചുറ്റും അകത്തും എല്ലാം ദീപങ്ങൾ തെളിയിക്കുക, അതാണ് അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. വിളക്കെല്ലാം ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞ് അമ്പലം കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ സോനുവിനും ആദിക്കുമൊക്കെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് അമ്പലത്തിൽ കുറച്ച് നേരം പരിചയമുള്ളവരൊക്കെ കണ്ടപ്പോൾ വരുത്താനൊക്കെ പറഞ്ഞ് നിന്ന് അങ്ങനെ അവിടെ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു പോന്നു. അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നൈറ്റ് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ആക്കാമെന്ന് കരുതിയിട്ട് രാജുവേട്ടൻ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചു വന്നു. എന്നിട്ട് ഞങ്ങൾ ചപ്പാത്തിയും ചിക്കനും രാത്രിത്തെ ഫുഡാക്കാൻ പ്ലാൻ ഇട്ടു. അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി. അമ്മ ചേച്ചിയുടെ വകയായിരുന്നു ചിക്കൻ കറി. ചേച്ചി ചിക്കൻ കറി വെച്ചു. ഞാൻ ചപ്പാത്തിയൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്തു. അമ്മ ചപ്പാത്തി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അടുക്കളയിൽ നല്ല അടിപൊളി വൈബൊക്കെ ആയി. മീനാക്ഷി ഉണ്ടായിരുന്നു, കുട്ടൻ, സോനു, ആദി എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് ഞങ്ങളങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ചു. രാജുവേട്ടൻ്റെ വക എന്തൊക്കെയോ ചിക്കൻ കറിയിൽ എന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ കൂട്ടി. അങ്ങനെ എല്ലാവരും കൂടി രാത്രി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 12-12:30 കൂടിയിട്ട് ക്രിസ്മസ് കരോൾ വന്നു. ക്രിസ്മസ് കരോളുകാർ വന്ന് നല്ല തകർപ്പൻ ഡാൻസൊക്കെ കാഴ്ചവെച്ചു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ ക്രിസ്മസ് ദിവസം അവസാനിപ്പിച്ചു. അങ്ങനെ അടിപൊളിയായിരുന്നു. എന്തായാലും മൊത്തത്തിൽ എല്ലാ പരിപാടികളും ഉഷാറായി. നല്ലൊരു ദിവസമായിരുന്നു. ആകെയുള്ളൊരു വിഷമം ദേവേട്ടനില്ല എന്നുള്ള ഒരു കാര്യം മാത്രമായിരുന്നു. ദേവേട്ടൻ എന്തായാലും ട്രിവാൻഡ്രത്താണ്, ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ മെറി ക്രിസ്മസ്.